സേതു, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്കൈവാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സമയം കളയാതെ നേരെ ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്നാണെന്ന് പരിശോധിക്കുന്നത്. സംസ്ഥാനത്തെ മാപ്പ് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്കുള്ള നല്ലൊരു കോളാണ് കാണുന്നത്. സംസ്ഥാനത്ത് ഒരു ജില്ലയിലും ഇന്ന് പ്രത്യേക മുന്നറിയിപ്പ് നിലവിലില്ല. അതിതീവ്രതയ്ക്കുള്ള മഴയ്ക്കുള്ള സാധ്യതയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എപ്പോഴും നമ്മൾ സജ്ജരായിരിക്കുക, മുൻകരുതലുകൾ സ്വീകരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മഴയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ കാലാവസ്ഥ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കറിയാം. അപ്പോൾ അതിൽ മറക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർച്ച് പ്രൊട്ടക്ടറൊക്കെ ഘടിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട മഴയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളൊക്കെ ഇതൊക്കെയാണ്. ഇനി എന്തൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ആദ്യം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ജാഗ്രത പാലിക്കുക. അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുക. അടുത്തതായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ തമിഴ്നാട് തീരം, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. നമുക്കറിയാം, മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂട് പൊന്തും അല്ലേ. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന താപനില എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് ഈ 3 ജില്ലകളിലും 32 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ശേഷം എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3 ജില്ലകളിലും 31 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജില്ലകളുടെ ചൂടിൻ്റെ ഒരു തോതും അളവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ചെയ്തു. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വീണ്ടും സ്കൈവാച്ചുമായി കാണാം.